സ്പോർട്സ് മീറ്റിൽ നിന്ന് എവിക്റ്റായി വരുന്ന ആളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ജിസൈൽ. നമസ്കാരം. ഭയാനക മ്യൂസിക്കിൽ എവിക്ഷൻ നടന്ന ആദ്യത്തെ ആഴ്ചയാണ്. അതായത് ഒരു ബ്ലൈൻഡ് ഫോഴ്സ് ഒക്കെ ഇട്ടിട്ട് 4 പേരെ നിർത്തിയിട്ട് ലൈറ്റുകൾ ചുവപ്പും പച്ചയും ഇങ്ങനെ വരുന്നു. പച്ച ലൈറ്റ് വീഴുന്നവൻ സേവ്ഡ്. അങ്ങനെ ഒരു ഭയാനക മ്യൂസിക്കില് ജിസൈൽ ഔട്ടായി. ആര്യൻ പൊട്ടി പൊട്ടി കരയുന്നു. ഇതാണ് ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ നടന്ന പ്രധാന കാര്യങ്ങൾ. പിന്നെ ബാക്കി എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഹൗസിലുള്ള 1 by 1 ആയിട്ട് ഓരോരുത്തരെ ഓരോ പ്രശ്നങ്ങളില് ഷാനവാസിന്റെ, ആദിലയുടെ, ആര്യന്റെ, ഇങ്ങനെയുള്ള എല്ലാവരുടെയും ഓരോ ഇഷ്യൂസ് 1 by 1 ആയിട്ട് ലാലേട്ടൻ ഇങ്ങനെ എടുത്തു കുടഞ്ഞു. അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ട ക്യാപ്റ്റൻസി ആയിരുന്ന ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി പോയ ബിന്നി. ഫാമിലി വീക്ക് ആയതുകൊണ്ട് ആദ്യത്തെ കുറെ ദിവസമൊന്നും വലിയ ചോദിച്ചുള്ളതും ഇല്ലാതെ എല്ലാവരും ഒക്കെ വിട്ടുകൊടുത്തു. അതിന് ഫാമിലി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വീണ്ടും പഴയ മാതിരി ഫൈറ്റ് തുടങ്ങി. ഇന്ന് ലാലേട്ടന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ലാലേട്ടൻ 3-4 പ്രാവശ്യം പറഞ്ഞു ഇതെല്ലാം ജനങ്ങൾ കാണുന്ന പരിപാടിയാണേ, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. കാര്യം നിങ്ങൾ ഇവിടുത്തെ ഇതുവരെ ഉള്ള പരിപാടികൾ തമ്മിത്തല്ലും ചപ്പാത്തി മാവിനും അല്ലെങ്കിൽ മാവേറും ഇങ്ങനെയുള്ള പരിപാടികളും എല്ലാം മാറ്റി വെച്ചിട്ട് ടാസ്കുകളിൽ നിങ്ങൾ പരസ്പരം ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി വൈകിട്ട് പഴയ ആൾക്കാർ മീറ്റിങ്ങുകൾ കൂടുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യാൻ പറഞ്ഞ് കുറെ അഡ്വൈസും കാര്യങ്ങളും ഒക്കെയാണ് ലാലേട്ടൻ കൊടുത്തിട്ടുള്ളത്. ആരെയും ന്യായീകരിക്കുന്നില്ല. അതിനകത്തിലെ ഓരോ കാര്യങ്ങൾ നോക്കുന്നത് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞ്, ഷാനവാസ് ഇതൊന്നും മാറ്റിപ്പിടിക്കും. ഷാനവാസ് ഈ വീട്ടുകാരെ പറഞ്ഞ ഓരോ റിലേഷൻസിനെയോ ഒക്കെ മാറ്റിയത് പിടിക്കുക. ലാലേട്ടന്റെ അടുത്ത് സോറി പറഞ്ഞേക്കാണ് ഷാനവാസ് കളം മാറ്റി ചവിട്ടും, ഇല്ലെങ്കിൽ ഷാനവാസിന് അപകടമാണ് എന്നുള്ളത് കഴിഞ്ഞ ഒരാഴ്ചത്തെ സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് ഷാനവാസ് ഇനി കളം മാറ്റും, അല്ലെങ്കിൽ ഷാനവാസിന് ദോഷം ചെയ്യും. കാര്യം ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന അനീഷ, ഷാനവാസ്, അനുമോള്, ഇങ്ങനെയൊക്കെയുള്ള കുറെ 3 പേരുകളാണ്. ബാക്കി ഒന്നും നമുക്ക് പറയാറായിട്ടില്ല. എന്തായാലും ശരി, ആ ഒരു കാര്യം പറയുന്നു. പിന്നെ നെവിൻ, ഷാനവാസ്, ബിന്നി ആയിട്ടുള്ള വഴക്കിനെ കുറിച്ച് ഡിസ്കഷൻ വരുന്നു. പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നു, ഷാനവാസ് ഈ വീട്ടിലെ ആരെയെങ്കിലും വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതൊരു കോമഡിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഷാനവാസ് ആളൊരു ശുദ്ധനാണ്. അനീഷിനെ സ്നേഹിക്കുന്നു, മറ്റുള്ളവർ ആദിലയെ സ്നേഹിക്കുന്നു, ഒരു രക്ഷകർത്ത സ്ഥാനം അവിടെ അലങ്കരിക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് കാണും. പക്ഷെ ആളൊരു ചൂടൻ എന്നത് ഒഴിച്ചാൽ ആളൊരു മനുഷ്യ സ്നേഹിയാണ്. ഹ്യൂമാനിറ്റി ഒക്കെ ഉള്ള മനുഷ്യൻ തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഈ അമിതമായ നമ്മുടെ ഈ വരുന്ന കോപങ്ങൾ ജീവിതത്തിൽ നമുക്കെല്ലാം ഉള്ളതാണ്. കോപം എന്ന് പറയുന്നത് അത് എപ്പോഴും പലപ്പോഴും ദോഷങ്ങൾ ചെയ്യാറുണ്ട്. അത് ഷാനവാസിന്റെ ഉണ്ട്. അപ്പം ആരെങ്കിലും തെറി പറയാത്ത അല്ലെങ്കിൽ വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ അനീഷിന്റെ അടുത്ത് ഈ ബിന്നിയുടെ ക്യാപ്റ്റൻസി അങ്ങനെ പറഞ്ഞു ഫെയിലിയർ എന്ന് പറഞ്ഞു. അനീഷ് പിന്നെ മുൻകൂട്ടി പ്രവചിച്ചാണ്, ഫോർകാസ്റ്റിംഗ് ഉള്ളതാണ് അനീഷിന്. അനീഷ് പറഞ്ഞു ഇത് അട്ടർലി ഫെയിലിയർ ആണ്, ബിന്നി വാ അടുക്കളയ്ക്ക് കിച്ചണിൽ വാ. അനീഷ് ഒരു കാര്യം കിട്ടിയ പിന്നെ അതേ ചോദ്യം പിടിക്കും. പക്ഷെ അനീഷിന്റെ ഒക്കെ ലെവല് റാങ്കിങ്ങിലാണ്. അനീഷൊന്നും താഴോട്ടിനി പോകാൻ ചാൻസ് ഇല്ല. പിന്നെ കുറ്റമൊക്കെ പറയാം. അതിനകത്ത് ഹൗസിനകത്തിൽ എല്ലാവർക്കും ഇപ്പം മനസ്സിലായി. ഫാമിലി വീക്ക് വന്നപ്പോ ഏകദേശം അനീഷിന്റെ സേഫ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അക്ബറിനെ കണ്ടിട്ട് ലാലേട്ടന് മീശ ഒന്നും ഇല്ലേലും സുന്ദരനായിരിക്കുന്നു ആരാ മേക്കപ്പ് ഇട്ടതൊക്കെ ചോദിക്കുന്നുണ്ട്. അക്ബർ ഇന്ന് അതിലങ്ങ് ഊതി പൂണ്ടിരിക്കുകയാണ്. എന്തായാലും ശരി, അക്ബറിന് ഇന്നൊരു കോംപ്ലിമെന്റ് ആണല്ല. അത് ഇത്രയും വലിയ ഒരാളുടെ ഒരു കോംപ്ലിമെന്റ് കിട്ടാന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, അങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരുടെ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ ഇതൊക്കെ കണ്ട് ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്രാവശ്യം പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നാണ് ലാലേട്ടന്റെ ഓരോ സംസാരം. പ്രേക്ഷകരെന്താണ് കാണുന്നത്, അതിന്റെ ഒരു ഹിന്റ് കൂടെ കൊടുക്കുകയാണ് ഈ ഹൗസ് മെമ്പേഴ്സിന്. പിന്നെ പുതിയ ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്ന ആരാണ്, നൂറയെ കുറിച്ച് പറയുന്നു. നൂറ ഞെട്ടിപ്പോയി. പറയുന്നത് അനീഷേട്ടന്റെ ഇങ്ങനൊരു കാര്യം ആദ്യമായിട്ടാണ് എന്നെ കുറിച്ച് പ്രശംസിച്ച് പറയുന്നത്. നൂറ നല്ലതാണ്, എങ്കിലും ജിസൈലിനെയാണ് പിന്നെ അനീഷ് പുതിയ ക്യാപ്റ്റൻസിയിലേക്ക് സപ്പോർട്ട് ചെയ്തത്.
പിന്നെ പിന്നെ ആദില എടുത്ത് പറയുന്നത് സപ്രസ് ചെയ്യോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു സപ്രസ് ചെയ്താലും ഒപ്രസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഡയലോഗ് ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ട്. ആര്യനും ആദിലയുടെ പേരാണ് പറയുന്നത്, എന്നാൽ ജിസേലിന്റെ പേര് പറഞ്ഞില്ല. അവര് ഫ്രണ്ട്സാണ്, വളരെ ഇതാണ്, എല്ലാമാണ്, ഭയങ്കര ഇന്റിമസിയാണ്. പക്ഷെ ഇവരുടെ പോളിസികൾ ഇപ്പോൾ മാറ്റി. പോയി കഴിയുമ്പോൾ ഭയങ്കരമായ കരച്ചിലായിരുന്നു കേട്ടോ. നമുക്ക് അത് ഹൃദയം പൊട്ടിയുള്ള കരച്ചിലാണ്. നമുക്ക് എപ്പോഴും ഈ വൈകാരിക രംഗങ്ങൾ നമുക്ക് ഒരുപക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആര്യൻ ജിസേലുമായിട്ട് കുറച്ച് അകലുന്ന ഒരു കാഴ്ചകളുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ഈ പൊട്ടിക്കരച്ചിലിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ശരി, അടുത്ത ഓരോ ആഴ്ചയും ഓരോരുത്തർ പോവുമല്ലോ. പിന്നെ ഒരു ഇവരെ പുതിയ ക്യാപ്റ്റന്മാരെല്ലാം അവരെല്ലാം വിളിച്ചിട്ട് പുതിയൊരു ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കുകയാണ്. വലിയ ടാസ്ക് ഒന്നും അല്ല, ഒരു റിബൺ ഇങ്ങനെ റോൾ ചെയ്തിട്ട് എന്നിട്ട് അതിൽ നിന്ന് ഈ വെളി വന്നിട്ട് ആദ്യം ഒരു കൊടി ഒരു ബൗളിലെടുത്ത് കുത്തുന്ന ആരാണോ അവരായിരിക്കും പുതിയ ക്യാപ്റ്റൻ എന്ന് പറയുന്നു. അവർ ആക്ടിവിറ്റി ആയിട്ട് പോർന്നു. അത് ആ സമയത്തിനുള്ളിൽ തന്നെ ആദിലെ കറക്റ്റ് ലക്ഷ്മിയാണ് ശരിക്കും ഒന്നാമത് വന്നത്. പക്ഷെ മൈക്രോ സെക്കൻഡില് ആദിലെ എടുത്തു വെക്കുകയാണ്, കൈക്ക് പിടിക്കുന്ന അത്ര ഒരു ഗ്യാപ്പേ ഉള്ളൂ. ലക്ഷ്മിക്ക് ഈ ഇയർ ബാലൻസ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ സംഭവിച്ച കണ്ണ് കാണാൻ പറ്റാത്ത ഒരു വിഷം പ്രശ്നം വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ലക്ഷ്മി ആകേണ്ടതാണ്. ആദില ഇവരാര് വന്നാലും അതിനകത്തില് രണ്ടുപേരുടെയും നേച്ചർ ഒരുപോലൊക്കെ തന്നെയാണ്. പിന്നെ എന്തായാലും അങ്ങനെ ആദില പുതിയ ക്യാപ്റ്റനായിട്ട് വരികയാണ്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഈ കലിബിലെയൊക്കെ കുറയ്ക്കും എന്നൊക്കെ പറയുന്നത്. എത്രത്തോളം ജിസയിലൊക്കെ പോയതുകൊണ്ട് പുതിയൊരു മാറ്റം അതിനകത്ത്, വേറെ ഗ്രൂപ്പിസം പുതിയ വഴിക്ക് എന്തെങ്കിലും പോവോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങളിരിക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് വീണ്ടും പറയുന്നു, ഞാൻ അക്ബറിനെ നോക്കിയിരിക്കും, ലാലേട്ടൻ എന്തോ പറ്റിയത് എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞു, അനീഷ് പറഞ്ഞത് അക്ബർ ഇടും 40 വയസ്സ് കഴിഞ്ഞാൽ മീശ കിളിക്കുമെന്ന്. എന്തായാലും അങ്ങനെയൊക്കെയുള്ള കോമഡികളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ തള്ളി 9:45 വരെ എവിക്ഷൻ റൗണ്ട് വരെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വീണ്ടും പറയുന്നുണ്ട്, ഇതെല്ലാം ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാല് ജനത്തിന് ഭാഗത്ത് നിന്നുള്ള സംസാരമാണ് ലാലേട്ടന്റെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ ലാസ്റ്റ് പ്രോസസ്സാണ് എവിക്ഷൻ. ഇപ്പോൾ ആര്യം പറയുന്നുണ്ട്, ആര്യം വിടരുത്, ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടെ നല്ലൊരു കാര്യം ആര്യം പോരെന്ന് പറഞ്ഞു. എന്നെ എവിക്ഷൻ നടക്കട്ടെന്ന് പറഞ്ഞു. എവിക്ഷൻ ഇപ്രാവശ്യത്തെ എവിക്ഷൻ ഒരു പ്രത്യേക എവിക്ഷൻ ആയിരുന്നു. ഇതുവരെ ഞാനത് ഈ നേരത്തെ കണ്ടിട്ടായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കാര്യം ഒരു ഭയാനക മ്യൂസിക് ഇട്ടിട്ട് ഇവരുടെ പ്രഷർ എന്തായാലും നല്ല എബോവ് പോവും, നല്ല ഹൈക്ക് പോവും. എന്നുവെച്ചാൽ അതുപോലുള്ള ഒരു മ്യൂസിക് ഇട്ടിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു. അപ്പൊ ആ ഒരു മ്യൂസിക് ഇട്ട് ഇങ്ങനെ ബ്ലൈൻഡ് ഫോഴ്സ് ഇട്ടിട്ട് പച്ച ലൈറ്റ് കത്തുന്ന അവര് സേവ്ഡ് ആണ്. അപ്പൊ ആദ്യം അങ്ങനെ നൂറ സേവായി, അത് കഴിഞ്ഞ് നെവിൻ സേവായി. അതോടുകൂടി 2 പേരുടെ കാര്യത്തിൽ അവർ സേവ് ആയെന്നുള്ളതാണ്. പിന്നുള്ളതാണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത്. ആദിലയും ജിസയിലും ഏറെക്കുറെ പബ്ലിക്കൊക്കെ ഇപ്പം മുൻകൂട്ടി സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു പ്രവണതയെ കുറിച്ച് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ പ്രവണത നിർത്തണമെന്ന്. ശരിയാണ്, എല്ലാം ബിഗ് ബോസ് ചിന്തിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്ന ഒരു പ്രവണത അത് തെറ്റ് തന്നെയാണ്. നമുക്ക് നടന്ന സംഭവങ്ങൾ പറയാം, അല്ലെങ്കിൽ പ്രൊമോയെ നമുക്ക് റിയാക്ട് ചെയ്യാം. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ചില കാര്യങ്ങൾ നമുക്ക് മാനസികമായി എതിർപ്പുണ്ടെങ്കിൽ അത് പറയാം. പക്ഷെ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറെ രീതിയിലോ പറയുന്നത് ശരിയല്ല എന്നുള്ള ഒരു പ്രൊമോ ഇന്ന് ലാലേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്രൊമോയില്. എന്തായാലും ശരി, ലാസ്റ്റ് മൊമെന്റില് ഇവരെ 2 പേരെ വെളിയിൽ കൊണ്ടുപോയിട്ട് ഒരാളൊരു പിന്നെ കഥയിൽ എന്തോ ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, ബിഗ് ബോസിന്റെ പാട്ട് 100 ദിവസം ദഹിക്കും എന്നുള്ള ഭയങ്കര അലർജി പനിയൊക്കെയാണ് കേരളത്തിലെല്ലാം. പനിയുടെ ഒരു സമയമാണ്. എനിക്കും പിടിപെട്ടു, ഇന്ന് ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാള് അകത്തേക്ക് കയറി വരുന്നതാണ് ഇന്നത്തെ എവിക്ഷന്റെ മറ്റൊരു, പുറത്തേക്ക് വിടുന്നതിന് പകരം സേവ് ആയ ഒരാൾ അകത്തേക്ക് കയറി വരുന്നു. അപ്പൊ എല്ലാരും പിന്നെ ഗാർഡൻ ഏരിയ വന്ന് നിൽക്കുന്നു.
അങ്ങനെ ആ എല്ലാവരുടെയും പ്രഷർ കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡോർ തുറന്ന് ആദില അകത്തേക്ക് വരുന്നു. ദാറ്റ് മീൻസ് ജിസേൽ ഔട്ട്. ജിസേൽ ലാലേട്ടൻ്റെ അടുത്ത് പോകുന്നു. വളരെ സന്തോഷമായിട്ടാണ് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയതിൽ അവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇതാണ് ഇന്നത്തെ ലാലേട്ടൻ എപ്പിസോഡ്. നമ്മള് രണ്ട് വിഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രമോയിലും ഒക്കെ സൂചിപ്പിച്ച പോലെ രണ്ട് വിഷൻ. പിന്നെ പുതിയ ക്യാപ്റ്റൻ ആണ് ആദില. ആദിലയുടെ ബിന്നിക്ക് ശേഷമുള്ള ലേഡി ക്യാപ്റ്റനാണ് ആദില. അപ്പൊ ഇനിയും വരുന്ന മാറ്റങ്ങൾ, ഇനിയും വരുന്ന എന്തെങ്കിലും ഈ പഴയതിൽ നിന്ന് പൊതുജനത്തിന് കിട്ടുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷകളൊക്കെ അല്പസ്വല്പം കൊടുക്കുന്നുണ്ട്. എത്രത്തോളം ആകും എന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. നമുക്ക് മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം, ഏവർക്കും ശുഭരാത്രി.